ഈശോയെ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് തിരുസഭ നമ്മെ സാധാരണകാലത്തിന്റെ 25-ാം ആഴ്ചയിലെ ബുധനാഴ്ചയിലേക്ക് കൈപിടിച്ചുകൊണ്ടുപോകുമ്പോൾ, ദൈവത്തിന്റെ സ്നേഹവും കരുണയും പുതുതായി അനുഭവിക്കാൻ നമുക്ക് മനോഹരമായ അവസരം ലഭിക്കുന്നു. ഓരോ ദിവസവും അവിടുന്ന് തന്റെ വചനത്തിന്റെ വെളിച്ചം നമുക്കു നൽകുന്നത്, ജീവിതയാത്രയിലെ ഇരുട്ടുകളകറ്റി ധൈര്യവും ആത്മവിശ്വാസവും നൽകാനാണ്. ഇന്നത്തെ വായനകൾ നമ്മോട് പറയുന്നത്, പ്രതിസന്ധികളിലിടറാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് മുന്നേറണമെന്ന്. നമ്മുടെ പരാജയങ്ങളും പാപങ്ങളും വിനയത്തോടെ സമ്മതിച്ച് അവിടുത്തെ കരുണ തേടുമ്പോൾ, ദൈവം നമ്മുടെ വഴികൾ പുതുക്കി തുറക്കുകയും തകർന്ന ജീവിതങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യും എന്ന പ്രത്യാശയാണ് ഇന്ന് നമ്മിൽ ഇന്ന് ഒന്നാം വായനയായി നൽകപ്പെട്ടിരിക്കുന്നത് ഏസ്രാ പുസ്തകത്തിലെ 9-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വചനങ്ങളാണ്. ഇവിടെ പ്രവാചകന്റെ ഹൃദയവേദന നിറഞ്ഞൊരു പ്രാർത്ഥനയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. തന്റെ ജനത്തിന്റെ പാപങ്ങളും തെറ്റുകളും ദൈവത്തിൻ മുന്നിൽ തുറന്നു പറഞ്ഞ്, അവർക്കുവേണ്ടി ക്ഷമയും കരുണയും അപേക്ഷിക്കുന്ന ഒരാളുടെ നിലവിളിയാണത്. സായാഹ്ന ബലിയുടെ സമയത്ത് കീറിയ വസ്ത്രങ്ങളോടെ മുട്ടുകുത്തി കൈകൾ നീട്ടി ദൈവത്തോട് സംസാരിക്കുന്ന പ്രവാചകന്റെ ചിത്രം നമ്മെ വിനയത്തിന്റെയും ആത്മാർത്ഥതയുടെയും പാഠം പഠിപ്പിക്കുന്നു. ഞങ്ങളുടെ കുറ്റം ആകാശത്തെത്തിയിരിക്കുന്നു. പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെ ഞങ്ങൾ കുറ്റത്തിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന അവന്റെ വാക്കുകൾ മനുഷ്യരുടെ പരാജയം. അതേസമയം അവിടെ പ്രത്യക്ഷപ്പെടുന്നത് പ്രത്യാശയുടെ ജ്വാലയാണ്. ദൈവം ചെറിയൊരു ശേഷിപ്പിനെയും കരുണയെയും അവശിഷ്ടങ്ങളിൽ ജീവൻ നൽകാനും തന്റെ വിശുദ്ധാലയത്തിന് പുതുജീവിതം നൽകാനുമുള്ള അവസരവും ഒരുക്കുന്നു. അടിമത്തത്തിന്റെ നടുവിലും ദൈവം തന്റെ ജനത്തെ ഉപേക്ഷിക്കാതെ പേർഷ്യ രാജാക്കന്മാരുടെ മനസ്സിൽ വരെ ദയാഭാവമുണർത്തി അവർക്കായി വഴികൾ തുറന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മുടെ തെറ്റുകൾ എത്ര വലിയതായാലും ദൈവത്തിന്റെ കരുണ ഒരിക്കലും അകന്നു പോകില്ലെന്നും, അവിടുന്ന് എന്നും പുനർജീവിതത്തിന്റെയും സംരക്ഷണത്തിന്റെയും വഴി തുറക്കുമെന്നുമാണ്. ഈ വചനങ്ങൾ നമ്മെ എത്തിക്കുന്നത് ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലെ അത്യന്തം നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ്. ബാബിലോണിയൻ പ്രവാസത്തിന്റെ ദുഃഖം പിന്നിട്ട ശേഷം ചെറിയൊരു വിഭാഗം സ്വന്തം നാടിലേക്ക് മടങ്ങി തകർന്നുപോയ ദേവാലയം പുനർനിർമ്മിക്കാൻ തുടങ്ങുന്ന സമയമാണത്. അപ്പോഴാണ് ഏസ്രാ പ്രവാചകൻ തന്റെ ജനത്തിന്റെ പാപങ്ങളും തെറ്റുകളും മനസ്സിലാക്കി ദൈവത്തിൻ മുന്നിൽ ഹൃദയത്തോടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്. എന്റെ ദൈവമേ, എന്റെ മുഖമുയർത്താൻ എനിക്കുപോലും ലജ്ജയാണ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തിപരമായൊരു കുറ്റബോധമല്ല, മറിച്ച് ഒരു ജനത മുഴുവനും ഏറ്റുപറയുന്ന ആത്മപരിശോധനയാണ്. ആകാശത്തെത്തിയ കുറ്റങ്ങളും തലമുറകളിലൂടെ ചുരണ്ടിക്കൂടിയ പാപങ്ങളും ഒരാളുടെ ശേഷിക്കുമപ്പുറം ഭാരമായിരുന്നു. എന്നാൽ ഈ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്ത തെറ്റുകളെയും പാപങ്ങളെയും ഓർത്തു തല താഴ്ത്തി നിൽക്കുന്ന നിമിഷങ്ങൾ വരാറുണ്ട്. കഴിഞ്ഞ കാലത്തിന്റെ ചില തീരുമാനങ്ങളും കുടുംബത്തിലും സമൂഹത്തിലും ജോലിസ്ഥലത്തും വരുത്തിയ പിഴവുകളും ദൈവത്തെ വേദനിപ്പിച്ച സംഭവങ്ങളും നമ്മെ ഭാരപ്പെടുത്താം. ചിലപ്പോൾ എല്ലാം തകർന്നുപോയെന്നോ നഷ്ടപ്പെട്ടെന്നോ തോന്നും. എന്നാൽ ഏസ്രാ പ്രവാചകന്റെ പ്രാർത്ഥനയിലൂടെ ദൈവം നമ്മോട് ഉറപ്പു നൽകുന്നത്, നമ്മുടെ പരാജയങ്ങളിലുപോലും അവിടുന്ന് നമ്മെ കൈവിടുന്നില്ല എന്നതാണ്. നമ്മുടെ ഉള്ളിൽ ചെറിയൊരു നന്മയുടെ വിത്തുണ്ടെങ്കിൽ അവിടുന്നത് വളർത്തി ജീവിതത്തെ പുതുക്കും. തകർന്ന ദേവാലയം പുനർനിർമ്മിക്കപ്പെട്ടതുപോലെ നമ്മുടെ തകർന്ന ബന്ധങ്ങളെയും ജീവിതത്തെയും ദൈവം പുനർനിർമ്മിക്കും. കണ്ണുകൾക്ക് നമ്മുടെ പാപങ്ങളെ സമ്മതിച്ച് അവിടുത്തെ കരുണയിൽ അഭയം തേടുമ്പോൾ അവിടുന്ന് നമ്മെ പുതുക്കുമെന്ന് ഈ വചനങ്ങൾ ഉറപ്പു നൽകുന്നു. ഇതേ ചിന്തയുടെ സമാപ്തിയിലേക്കാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ നയിക്കുന്നത്.
ലൂക്കാ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ ഈശോ തന്റെ ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും അവർക്കു അധികാരവും ശക്തിയും നൽകി ലോകത്തേക്കയക്കുന്നു. യാത്രയിൽ എന്തും കരുതാതെ വിശ്വാസത്തിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകാൻ അദ്ദേഹം അവരെ പഠിപ്പിച്ചു. അവർ ഗ്രാമങ്ങളിലുടനീളം സഞ്ചരിച്ചു, സുവിശേഷം പ്രസംഗിച്ചു, രോഗികളെ സുഖപ്പെടുത്തി, എല്ലായിടത്തും ദൈവത്തിന്റെ കരുണ പ്രഘോഷിച്ചു. ഈശോ തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് ദൗത്യത്തിലേക്ക് അയക്കുന്ന ഈ നിമിഷം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. അവിടുന്ന് അവർക്കു വെറും വചനങ്ങൾ മാത്രമല്ല, ശക്തിയും അധികാരവും തന്നു. ദുഷ്ടാത്മാക്കളെ പുറത്താക്കാനും രോഗികളെ സുഖപ്പെടുത്താനും. അതായത് സുവിശേഷം കേവലം വായ് മാത്രത്തിലല്ല, പ്രവർത്തികളിലൂടെ ലോകത്തോട് വെളിപ്പെടുത്തേണ്ട ഒരു യാഥാർത്ഥ്യമായിരുന്നു. യാത്രയ്ക്കൊന്നും കരുതരുത്. വടിയോ സഞ്ചിയോ പണമോ ഭക്ഷണമോ ഇല്ല, അധിക വസ്ത്രവുമില്ല എന്നുള്ള ഈശോയുടെ നിർദ്ദേശം ആദ്യം കേൾക്കുമ്പോൾ പ്രായോഗികമല്ലെന്ന് തോന്നാമെങ്കിലും അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയം എന്നതാണ്. ശിഷ്യന്മാർ സ്വന്തം കഴിവുകളിലോ സമ്പത്തിലോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണ. ഇന്നത്തെ ലോകത്തും നമ്മൾ പലപ്പോഴും നമ്മുടെ സുരക്ഷിതത്വത്തിനും സൗകര്യങ്ങൾക്കും അമിതമായി പിടിച്ചു നിൽക്കാറുണ്ട്. എന്നാൽ ഈശോ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്, ദൈവത്തിന്റെ ദൗത്യമേറ്റെടുക്കുമ്പോൾ അവിടുന്ന് തന്നെ നമ്മുടെ ജീവിതത്തെ കരുതിക്കൊള്ളും എന്നുറപ്പാണ്. കൂടാതെ ഭൗതിക ഭാരങ്ങൾ ഒഴിവാക്കി സുവിശേഷ സന്ദേശം തടസ്സങ്ങളില്ലാതെ എത്തിക്കുകയാണ് ലക്ഷ്യം. നാം ഇന്ന് കുടുംബങ്ങളിലും സമൂഹത്തിലും ജോലിസ്ഥലങ്ങളിലും പലപ്പോഴും ഭൗതിക നേട്ടങ്ങൾക്ക് മുൻഗണന നൽകുന്നു. പക്ഷേ യഥാർത്ഥ സമ്പത്ത് ദൈവത്തിന്റെ സന്ദേശമാണെന്നും അതിനുവേണ്ടി അനാവശ്യ ആശ്രയങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാകണമെന്നുമാണ് ഈശോ പഠിപ്പിക്കുന്നത്. ഒരു ചെറിയ കഥ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സഹായിക്കും. ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഒരു പ്രായമായ ദമ്പതികൾ. മക്കളെല്ലാം നഗരങ്ങളിൽ ജോലിക്കായി പോയി. വയസ്സിന്റെ കാലത്ത് അവർക്കു പരസ്പരം മാത്രമാണ് ആശ്രയം. ഒരിക്കൽ അച്ഛന്റെ ആരോഗ്യനില മോശമായി. പണമുണ്ടായിരുന്നെങ്കിലും പരിചരിക്കാൻ ആരുമില്ലാതിരുന്നത് വലിയ ദുഃഖമായിരുന്നു. അപ്പോൾ ഒരു കന്യാസ്ത്രീ അവരുടെ വീട്ടിലെത്തി. സ്വന്തമായി ഒന്നുമില്ലെങ്കിലും അവൾ അവിടെ തന്നെ താമസിച്ച് സ്നേഹത്തോടെ അവരെ നോക്കി മക്കളെ വിളിച്ചെത്തിക്കുകയും ചെയ്തു. ആ നിസ്വാർത്ഥ സേവനം ആ കുടുംബത്തിന് ദൈവത്തിന്റെ കരുണയായിത്തീർന്നു. ഇതാണ് യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ മനോഭാവം. സ്വന്തമായി ഒന്നും കരുതാതെ ദൈവത്തിൽ ആശ്രയിച്ച് മറ്റുള്ളവർക്കായി ജീവിക്കുക. നിങ്ങൾ ഇതുപോലെ നാം കുടുംബത്തിലും ജോലിസ്ഥലത്തിലും സമൂഹത്തിലും സ്ഥിരതയും വിശ്വസ്തതയും പുലർത്തി നമ്മുടെ ജീവിതത്തിലൂടെയാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടത്. നിങ്ങളെ സ്വീകരിക്കാത്തവർ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുക എന്ന വാക്കുകൾ കടുപ്പമെന്നു തോന്നിയാലും അത് ശിക്ഷയല്ല, മറിച്ച് ഉത്തരവാദിത്വം നിരസിക്കുന്നവരുടേതാണെന്നു വ്യക്തമാക്കുകയാണ്. ശിഷ്യന്മാരുടെ ദൗത്യം സന്ദേശമെത്തിക്കുക മാത്രമാണ്. അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നതു മനുഷ്യരുടെ തീരുമാനമാണ്. അതുപോലെ നാം സുവിശേഷം പങ്കുവച്ചിട്ടും അത് ആളുകൾ സ്വീകരിക്കാതെ വന്നാൽ നിരാശരാകേണ്ടതില്ല. കാരണം നമ്മുടെ കടമ നിറവേറ്റുക തന്നെയാണ്. ഫലം ദൈവത്തിന്റെ കൈകളിലാണ്. ഈശോ തന്റെ ശിഷ്യന്മാരെ ലോകത്തിലേക്ക് അയച്ചത് അവർക്കു തന്റെ ശക്തിയും അധികാരവും പങ്കുവെച്ച് ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മോചിതരായി പൂർണ്ണമായും ദൈവത്തിലാശ്രയിച്ച് ദൈവരാജ്യം പ്രഘോഷിക്കാനാണ്. സ്നേഹിതരെ, ഇന്നത്തെ രണ്ടു ചിന്തകളും നമ്മെ ഒരേ സത്യത്തിലേക്ക് നയിക്കുന്നു.
ഒന്നാം വായനയിൽ ഏസ്രാ പ്രവാചകൻ തന്റെ ജനത്തിന്റെ പാപങ്ങളെ ഓർത്ത് ദൈവത്തിൻ മുന്നിൽ കരഞ്ഞുനിന്നു. അടിമത്തത്തിൽ നിന്ന് മോചിതരായിട്ടും തകർന്ന ദേവാലയം പുനർനിർമ്മിക്കുന്ന നടുവിലും അവർ കുറ്റബോധത്തിൽ തളർന്നിരുന്നു. എങ്കിലും ദൈവം അവരെ കൈവിട്ടില്ല, മറിച്ച് പുതിയ ജീവനും പ്രത്യാശയും നൽകി. അതുപോലെ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ തന്റെ ശിഷ്യന്മാരെ, മനുഷ്യരെ പാപത്തിന്റെയും രോഗത്തിന്റെയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവരാജ്യത്തിലെ ഈ ദൗത്യത്തിന് അടിസ്ഥാനം ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസവും ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യവുമാണ്. നമ്മുടെ ജീവിതത്തിലും ഇത്തരം അനുഭവങ്ങൾ വരാറുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ തെറ്റുകളെയും പരാജയങ്ങളെയും ഓർത്ത് ഏസ്രാ പ്രവാചകനെപ്പോലെ തലതാഴ്ത്തി നിൽക്കേണ്ടിവരും. എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് തോന്നിയാലും ദൈവം നമ്മെ ഒരിക്കലും കൈവിടില്ലെന്ന ഉറപ്പു നമുക്ക് പുതുജീവിതത്തിന്റെയും പ്രത്യാശയുടെയും ഉറവാകുന്നു. അതേസമയം നാം ഓരോരുത്തരും ഈശോയുടെ ശിഷ്യന്മാരെപ്പോലെ ലോകത്തിലേക്ക് അയക്കപ്പെട്ടവരാണ്. നമ്മുടെ ദൗത്യം ദൈവരാജ്യം പ്രഘോഷിക്കുന്നതും വിശ്വാസത്തിലുറച്ച് ഭൗതികത്തിൽ കുടുങ്ങാതെ സ്വന്തം ഇടങ്ങളിൽ വിശ്വസ്തരായി നിലകൊള്ളുന്നതുമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾ എത്ര കടുത്തതായാലും ദൈവം നമ്മുടെ ഒന്ന് വിചാരിച്ചു നോക്കൂ. ഈ വചനം കേട്ട ശേഷം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പുതുമയുള്ള മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കഴിയുമോ? ഭയങ്ങളെയും ആശങ്കകളെയും മാറ്റി നിർത്തി ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് അവിടുത്തെ ദൗത്യമേറ്റെടുക്കാൻ നമുക്ക് ധൈര്യമുണ്ടോ? വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ജോലിസ്ഥലത്തോ കുടുംബത്തിലോ ഒരു വെല്ലുവിളി നേരിടുമ്പോൾ നാം ആദ്യം ആശ്രയിക്കുന്നത് ദൈവത്തെയാണോ, അനിമൻ നമ്മുടെ കഴിവുകളെയും സമ്പത്തിനെയുമോ? ഈ ചോദ്യങ്ങൾക്ക് നമ്മുടേതായ മറുപടി കണ്ടെത്താൻ ദൈവത്തിൽ മുഴുവൻ ആശ്രയിച്ചു മുന്നോട്ടു പോകാൻ ഇന്നത്തെ വചനം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. നമ്മുടെ പരാജയങ്ങളെയും തകർച്ചകളെയും ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് അവിടുത്തെ കരുണയിൽ പ്രത്യാശ വെക്കാം. നമുക്ക് കണ്ണുകൾ അങ്ങയുടെ വചനം കേൾക്കാൻ നൽകിയ അവസരത്തിനും ഞങ്ങളുടെ കുറവുകൾക്കിടയിലും അങ്ങ് ഒരിക്കലും കൈവിടുന്നില്ലെന്ന് ഓർമ്മിപ്പിച്ചതിനും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഏസ്രാ പ്രവാചകനെപ്പോലെ ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നു. പക്ഷേ അങ്ങയുടെ കാരുണ്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ തകർന്നുപോയ ബന്ധങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളുമെല്ലാം അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ ദയ കൊണ്ടവയെ പുതുതായി പണിയണമേ. കർത്താവായ ഈശോയെ, നിന്റെ ശിഷ്യന്മാർക്ക് നൽകിയ അതേ ശക്തിയും അധികാരവും ഞങ്ങൾക്കും പകരമേ. ദൈവരാജ്യം ധൈര്യത്തോടെ പ്രസംഗിക്കാനും രോഗികൾക്ക് സുഖവും നിരാശിതർക്കു പ്രത്യാശയും നൽകാനുമുള്ള കൃപ നൽകി ഞങ്ങളെ മുന്നോട്ട് നടത്തണമേ. ജീവിതത്തിലെ ഓരോ സാഹചര്യത്തിലും നിന്റെ വിശ്വസ്ത സാക്ഷികളായി നിലകൊള്ളാൻ കരുണ തരണമേ. ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന സഹോദരങ്ങളെയെല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. രോഗികളായവർക്ക് സൗഖ്യം, ദുഃഖിതർക്കു ആശ്വാസം, ഭവനരഹിതർക്കു അഭയം, കടബാധിതകളിൽ ബുദ്ധിമുട്ടിൽ സമാധാനവും ഐക്യവും ലഭിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ കർത്താവേ. ഈ സകലവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുനാമത്തിൽ തന്നെയാണ്. ആമേൻ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലായ്പ്പോഴും സ്തുതി ഈശോ മിശിഹായ്ക്ക് ആയിരിക്കട്ടെ.